സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ്. പൊളിറ്റിക്സിൽ 4-ാം അധ്യായത്തിൽ അവസാനത്തെ പാർട്ട് അഥവാ 28ാമത്തെ പാർട്ടാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷിഫ്റ്റിംഗ് അലയൻസസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ മാറി മറിയുന്ന സഖ്യങ്ങൾ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സഖ്യങ്ങളൊക്കെ നിലനിൽക്കാറുണ്ട്. ഒരവസരത്തിൽ അതൊക്കെ ഒരുപക്ഷെ ഒരുപാട് കാലം മുന്നോട്ട് പോകുമെങ്കിലും പിന്നീടൊക്കെ അതിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കഥ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഒരു നീണ്ട കാലയളവിൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി, പിന്നീട് അതിലുണ്ടായ പിളർപ്പുകൾ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. 1977 ശേഷം കോൺഗ്രസ് അല്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ നിലവിൽ വരികയുണ്ടായി. അതിനുശേഷം നമ്മുടെ ബന്ധങ്ങളിൽ, മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് നമ്മുടെ വിദേശ നയത്തെ പോലും ബാധിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. 77 ശേഷമുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നതോടുകൂടി നമ്മുടെ വിദേശ ബന്ധങ്ങളെ പോലും സാരമായ രൂപത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്, അഥവാ കാര്യമായ രൂപത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. അതായത് 77 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അവർ ചേരിചേര പ്രസ്ഥാനത്തെ പിന്തുടരണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യ കൂടി മുൻകൈയെടുത്ത് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ചേരിചേര പ്രസ്ഥാനം, നോൺ അലൈഡ് മൂവ്മെന്റ്സ്. അപ്പൊ അത് പിന്തുടരുക എന്നുള്ളതായിരുന്നു ജനതാ പാർട്ടിയുടെ ലക്ഷ്യമായിട്ട് അവർ മുന്നിൽ കണ്ടത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ആ കാലയളവ് അത്രയും ഉണ്ടായിരുന്ന റഷ്യയുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ അതില് ചെറിയ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അവർ തീരുമാനിക്കുകയുണ്ടായി. അവരുമായിട്ടുള്ള ചായവില് ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് അവർ വിലയിരുത്തി. എല്ലാവരും വിദേശ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുതയാണ്. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും എന്ത് വേണം? അയവ് വേണം, ശത്രുതാ മനോഭാവം വെടിയേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് എല്ലാ ഗവൺമെന്റുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വിദേശ ബന്ധങ്ങളിൽ നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ മാറ്റങ്ങളും അനിവാര്യമാണെന്ന് വിലയിരുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. എന്നാലോ വിദേശ ബന്ധങ്ങൾ നമ്മൾ പിന്തുടരുകയും വേണം. എന്നാൽ ഇവിടെ രണ്ട് പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യം പറയുമ്പോ, ഒന്ന് ഇന്ത്യ പാക് സമീപനം, ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള സമീപനം, അത് വലിയ തോതിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളതാണ്. ആ പിളർപ്പ് കാലഘട്ടം മുതൽ ഇന്ത്യ പാക് ബന്ധം അത്ര സുഖകരമല്ല. ഇപ്പോഴും അതിന്റെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അറിയാവുന്നതാണ്, കാർഗിൽ യുദ്ധ കാലഘട്ടവും കഴിഞ്ഞിട്ടുള്ള പിന്നീടും ഉള്ള പല സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളും ഇന്ത്യ പാക് ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയും USA-യുമായിട്ടുള്ള ബന്ധം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം, ഈ രണ്ട് പ്രശ്നവും കാര്യക്ഷമമായ രൂപത്തിൽ പരിഹരിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് ആഗ്രഹിക്കുന്നു. അതായത് 90-ന് ശേഷമുള്ള സർക്കാരുകൾ USA-യെ അനുകൂലിച്ചു. 90-ന് ശേഷമുള്ള സർക്കാരുകളൊക്കെ അമേരിക്കയുടെ നയങ്ങളെയും അമേരിക്കയുടെ സമീപനങ്ങളെയും അംഗീകരിച്ച ആളുകളാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള കൂട്ടരാണ്. എന്നാലോ ദേശീയ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവരുമായിട്ടുള്ള സഖ്യങ്ങൾ തുടരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയിലും സർക്കാരുകൾ മാറി മാറി വരുമ്പോ സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവർക്ക് ഉണ്ടാവും. എല്ലാ സർക്കാരുകളും ഇന്ത്യ അംഗീകരിക്കണമെന്നില്ല. എന്നാൽ ലോകത്തെ എല്ലാവരെയും അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ബരാക് ഒബാമ അമേരിക്ക ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദബന്ധമായിരുന്നു. ഇപ്പോൾ ഭരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ്. പക്ഷെ എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം ആയിരിക്കണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇന്ത്യ ദേശീയ താല്പര്യങ്ങൾ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുകയുണ്ടായി.
നമുക്കറിയാം വീറ്റോ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യയെ അംഗീകരിച്ച ആദ്യത്തെ രാഷ്ട്രം അല്ലെങ്കിൽ ആദ്യത്തെ വിഭാഗം റഷ്യയാണ്. സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യ അംഗീകരിച്ചത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇടക്കാലങ്ങളിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് എപ്പോഴും ഒരു സൗഹൃദ സമീപനത്തിന് ശ്രമിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് റഷ്യ എന്ന് പറയുന്നത്. എന്നാൽ ആഗോളതലത്തിൽ റഷ്യയുടെ പ്രാപ്തി ആ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയായിരുന്നു. എല്ലായ്പ്പോഴും എല്ലാ ശക്തികൾക്കും ഇപ്പൊ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ USSR ആ ഒരു കാലഘട്ടത്തിൽ USSR എന്നുള്ള ആ ഒരു കാലഘട്ടത്തില് സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന കാലഘട്ടത്തില് അവർ വലിയ ശക്തി തന്നെയായിരുന്നു. അമേരിക്ക വെല്ലുവിളിയായ ഒരു ശക്തി തന്നെയായിരുന്നു. പിന്നീട് മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് സോവിയറ്റ് യൂണിയൻ പിന്നീട് തകരാനിടയായി. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയൻ തകരാനിടയായിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ അത് നമുക്കറിയാം ആ കാലത്ത് ഇരുധ്രുവ ലോകമായിരുന്നു. ഒന്ന് സോഷ്യലിസ്റ്റ് ചേരി സോവിയറ്റ് യൂണിയൻ, ഇതിന് മുതലാളിത്ത ചേരി അമേരിക്കൻ യൂണിയൻ അല്ലെ, അമേരിക്ക റഷ്യ സോവിയറ്റ് ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി പ്രാപ്തി കുറഞ്ഞു വന്നു എന്നുള്ളത് എടുത്തു പറയുന്ന വസ്തു. അങ്ങനെ വന്നപ്പോഴോ USA കൂടുതൽ അടുപ്പിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അവരുമായിട്ട് കൂടുതൽ അടുക്കുക. സോവിയറ്റ് യൂണിയന്റെ പ്രാപ്തി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു വിഭാഗവുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് മാറും. കാരണം സാമ്പത്തിക, സാമൂഹിക, ഭൗതിക രംഗങ്ങളിലൊക്കെ ഇതര രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ രാഷ്ട്രത്തിൽ ഈ കാലഘട്ടത്തിൽ എന്നല്ല ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. വിഭവങ്ങളുടെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് സൗഹൃദ മനോഭാവം എപ്പോഴും അനിവാര്യമാണ്. സൈനികമല്ല സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അതാണ് ഞാൻ പറഞ്ഞത്. സൈനികപരമായിട്ട് സഹായിക്കാറുണ്ട്, സാമ്പത്തികപരമായിട്ട് സഹായിക്കാറുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനികമല്ല കൂടുതൽ വേണ്ടത്, സാമ്പത്തികം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന ശേഷം തികച്ചും സാമ്പത്തികപരമായിട്ട് പാപ്പരായ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ലോക സാമ്പത്തിക മാറ്റം ഉണ്ടാകുമ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നുള്ളത് ശരി തന്നെയാണെങ്കിൽ പോലും ഒരു വികസന രാഷ്ട്രമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പങ്കാളിത്തം അനിവാര്യമാണ്. എന്നാൽ ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ തോതിൽ കാശ്മീർ ഒരു പ്രശ്നമായി, പ്രതിസന്ധിയായി. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യ പറയുമ്പോ അത് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ പറയും. അതിന്റെ പേരിൽ തന്നെയാണ് പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ ഉണ്ടായത്. അതിന് ശേഷവും വലിയ തോതിൽ യുദ്ധം ഉണ്ടാവുകയുണ്ടായി, നമുക്കറിയാം. പിന്നീടാണ് കാശ്മീരിനെ നമുക്കറിയാം അടുത്ത കാലത്ത് വിഭജിക്കപ്പെടുകയൊക്കെ ഉണ്ടായി. ഇപ്പോഴും നുഴഞ്ഞു കയറ്റവും മറ്റുമൊക്കെ ആയിട്ട് കാശ്മീരിന്റെ പേരിൽ ഇന്ത്യ പാക് ബന്ധം അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം. ഏറ്റവും ആനുകാലിക സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാലോ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പലമുറി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് തീവണ്ടി ബസ് സർവീസുകൾ തുടങ്ങിയ ലാഹോർ വഴിയൊക്കെ ഡൽഹിയിലേക്ക്, ബോംബെയിലേക്കൊക്കെ ബസ് വിമാന സർവീസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു ചരിത്രം വളരെ വികാരപൂർണമായിട്ടുള്ള ഒരു രംഗങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ്. അവിടെയുള്ള കുടുംബങ്ങള്, പഴയ കുടുംബങ്ങൾ ഇന്ത്യയിലുള്ളത് നമ്മൾ കണ്ടതും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് സങ്കുചിത ചിന്താഗതികൾ മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും സൗഹാർദ്ദ മനോഭാവങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യം. ഇനി നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഓരോ രാഷ്ട്രങ്ങളും തമ്മിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും സൗഹാർദ്ദമായ അന്തരീക്ഷവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എല്ലാ രാഷ്ട്രങ്ങളും കണക്കെടുത്താൽ നമുക്ക് അറിയാം. ഈ അടുത്ത കാലത്ത് അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേൽ പാലസ്തീനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങൾക്കിടയിലും സമാധാന ശ്രമങ്ങൾ ലോകത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം കാര്യത്തിലല്ല, വേൾഡ് പൊളിറ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് സംഘർഷങ്ങളും കാണാം, സമാധാനങ്ങളും കാണാം എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക, ഡൗട്ട്സുകൾ ക്ലിയർ. ഓക്കെ.